പലരും ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയും അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോയി എന്നാണ്. അങ്ങനെ എവിടെയും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. കാരണം തെളിവുകളെല്ലാം നമ്മൾ ഒരുമിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെ അവസാന സംസാരമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നല്ല. മറിച്ച് ഈ പറയുന്ന ഹദീസുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂട്ടണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിൽ ഇതെല്ലാം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഏതൊരു മനുഷ്യനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതിന് സാക്ഷ്യം വഹിച്ചാൽ സിദ്ഖൻ മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ സത്യസന്ധതയോടുകൂടി അങ്ങനെ സാക്ഷ്യം വഹിച്ചാൽ ഇല്ല ഹറമല്ലാഹു അലന്നാർ. മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകം നിഷിദ്ധമാക്കാതെ ഇല്ല എന്നാണ്. ഈ ഹദീസുകളെല്ലാം നമ്മൾ ഒരുമിപ്പിക്കണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി. അവരെ മറ്റുള്ള ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരു കാര്യവും അതാണ്. അവർ തെളിവുകളെ ഒരുമിപ്പിക്കുന്നവരാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഏതെങ്കിലും അവർക്ക് യോജിച്ച് അവരുടെ ദേഹത്തോട് യോജിക്കുന്ന ഒരു തെളിവ് സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള തെളിവുകളോട് നിരുത്തരവാദിത്വപരമായി പെരുമാറുക എന്നുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുകയില്ല. ബാക്കിയുള്ള തെളിവുകൾ എന്താ അതെനിക്കറിയില്ല, അതല്ലെങ്കിൽ അതെന്തോ എന്ന് പറയുകയല്ല. മറിച്ച് തെളിവുകൾ ഒരുമിപ്പിക്കുകയായിരിക്കും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി. കാരണം ഇതെല്ലാം കുല്ലു മിൻ ഇൻദല്ലാഹ്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്നും മറ്റൊന്നിനെതിരാവുകയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കേവല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുകയില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അവർ ഷഹാദത്ത് ആയിട്ട് തന്നെ പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അവർ സാക്ഷ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വല്ലാഹു യശ്ഹദു ഇന്നക റസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്. അതാണ് യഥാർത്ഥ സാക്ഷ്യം, അല്ലാതെ മുനാഫിക്കുകളുടെ സാക്ഷ്യമല്ല. മുനാഫിക്കുകൾ കള്ളം പറയുന്നവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുനാഫിക്കുകൾ കേവലം നാവുകൊണ്ട് പറഞ്ഞതോടെ രക്ഷപ്പെട്ടില്ല. എന്നാൽ അതുപോലെ തന്നെയാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷേ അതിന്റെ താല്പര്യം എന്താണ് എന്ന് അവനെ അറിയുന്നില്ല. അവൻ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ഒരാൾ ബിംബത്തിനെ ആരാധിക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മൾ പറയാം? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അവൻ ബിംബത്തിനെ ആരാധിക്കുകയും ചെയ്യുന്നു. ഒരു ഹൈന്ദവനായ ഒരു വ്യക്തി അയാൾ പറയുകയാണ് എനിക്ക് ഇസ്ലാമിന് താല്പര്യമുണ്ട്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, ഞാൻ ബാങ്ക് വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ചില ആൾക്ക് അങ്ങനെയൊക്കെ താല്പര്യമുണ്ട്. ബാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ വേണം ബാങ്ക് വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കും ചില ആളുകൾ. ഞാൻ നിങ്ങളോട് നിസ്കരിക്കട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവൻ ബിംബത്തിനെ ആരാധിക്കും. അവൻ്റെ ദൈവമൊക്കെ അവനുണ്ടാകും. അങ്ങനെ ചെയ്താൽ വല്ല ഉപകാരം ഉണ്ടാവും അയാൾക്ക്? ഏതൊരു മനുഷ്യനും അറിയാതെ ഉപകാരം ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ഇപ്പുറത്തെ ആൾ ചെയ്യുന്നത് ശിർക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നേരെ വിരുദ്ധമാണ്. എങ്കിൽ ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വിഗ്രഹത്തെ ഒന്നും ആക്കിയിട്ടില്ല, പക്ഷേ കിടക്കുന്ന ചില വിഗ്രഹങ്ങളുണ്ട്. അത് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പോലും ചില ആളുകൾക്ക് ദഹിക്കുകയില്ല. പക്ഷെ ഹദീസുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും അതും വിഗ്രഹങ്ങൾ തന്നെയാണ്. കാരണം വിഗ്രഹം എന്ന് പറയുന്നത് അത് നിർത്തിയത് കൊണ്ടോ അത് കല്ലായത് കൊണ്ടോ പേര് കിട്ടുന്ന ഒരു കാര്യമല്ല. മറിച്ച് അത് പൂജിക്കപ്പെടുകയാണ്, ആരാധിക്കപ്പെടുകയാണ്. അതാണ് അതിനെ വിഗ്രഹമാക്കി മാറ്റിയത്. അതല്ലാതെ വിഗ്രഹം എന്ന് പറയുന്നതിന്റെ ഷെയ്പ്പ് വെച്ചിട്ട് പറയുന്ന ഒരു പേരല്ല അത്. മറിച്ച് ആളുകൾ ഇന്ന് ഇത്തരത്തിലുള്ള ഖബറാളിയോടാണ് പോയി തേടുന്നത്. ഖബറാളിയോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് മരങ്ങളോട് ചോദിക്കുന്ന ആളുകളുണ്ട്. ചില മരങ്ങളുടെ ബറക്കത്തെടുക്കാനും ചില മരങ്ങളോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അതേപോലെ തന്നെ വലിയ നീളമുള്ള ജാറങ്ങൾക്ക് മുന്നിൽ പോയി കരയുന്നവരുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ, അവിടെ പോയി സഹായം ചോദിച്ചാൽ രക്ഷപ്പെടുമെന്ന് ധരിക്കുന്നവരുണ്ട്. ഇത് ശിർക്കല്ലെങ്കിൽ സഹോദരങ്ങളെ മറ്റേതാണ് ശിർക്ക്? അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടതായ കാര്യം അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുകയാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല.